ഭക്ഷണം കഴിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ പറ്റൂല, സുബഹിന്റെ സമയമാണ്. ഇന്നുവരെ പരാതി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം. എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു മതത്തിനും എന്റെ പ്രിയമുള്ളവരെ ഒന്നും ആരും എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ അകത്ത് നിന്ന് കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുല കർത്തവ്യം ദൈവമാന്തിതം ഉദ്ദിഷ്ടോദിഷ്ട ഗോവിന്ദ ഉദ്ദിഷ്ട കമലധ്വജ ഗരുഡധ്വജ ഉദ്ദിഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു കമലാകുജ ചുഞ്ചുക കുങ്കുമതോ നിയതാ തുണിതാ തുല നീലതനോ. ഇത് രാവിലെ കേൾക്കുന്നവരില്ലേ? നമ്മളിൽ പലരും സുബഹി വാങ്ങുവരെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, അത് വേറെ. പക്ഷെ നിങ്ങൾ ചിന്തിച്ച ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അരോചകത്വം തോന്നാറുണ്ടോ? കാലിൽ ചെരുപ്പിടാതെ ആലുവ മണ്ണിന്റെ താരട്ട റോഡിലൂടെ പൊള്ളുന്ന കാല് വേദനിക്കാതെ സ്വാമിയെ അയ്യപ്പോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ഹൈന്ദവനെ നോക്കിയിട്ട് പള്ളിയുടെ നടയിലിരുന്ന് നമ്മൾ കളിയാക്കാറില്ല. പള്ളിയുടെ നടയിലിരിക്കുന്നവർ അവരെ കളിയാക്കാനിരിക്കുന്നവരല്ല, ഫസാദ് പറയാനിരിക്കുന്നവർ, അത് വേറെ കാര്യം അല്ലേ? നമ്മൾ ആരും വരെ കുറ്റപ്പെടുത്താറില്ല. എന്തിനു നമ്മൾ അതൊക്കെ ചെയ്യണം? ഞാനിത് പറയുന്നത് ആലുവ മണപ്പുറത്തെ പരിപാടി ആയതുകൊണ്ട് മറ്റുള്ളവരെ സോപ്പിടുന്നു എന്ന് നിങ്ങൾ കരുതരുത്. ആ പരിപാടി കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ പരിപാടിയില്ല, നിർത്തി. സോപ്പിടേണ്ട കാര്യം എന്താ? നമ്മുടെ മനസ്സ് തുറന്നു കൊടുത്തൂടെ നമുക്ക്. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് റൂഹ് പിരിയുമ്പോൾ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദമെന്ന് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിച്ചുകൂടെ? നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ വേറെ ഏത് സമുദായത്തെ മനസ്സിലാക്കും? കണ്ടോ, ഞാൻ ആ കവളത്തൊന്ന് മുത്തിക്കോട്ടെ എന്ന് ചോദിച്ച ഹൈന്ദവനോട് തന്റെ മുഖത്തിന്റെ വലത്തേക്ക് അവൾ കാണിച്ചു കൊടുത്ത അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് ചെല്ലുകയാണ്. ഒരു കറുപ്പും മനസ്സിന്റെ അകത്തില്ല, ആരോടും വെറുപ്പില്ല. മദീനയുടെ തിരുമുറ്റത്തേക്ക് ചെന്നിരുന്ന് പൊട്ടിക്കരയുകയാണ്. നമ്മളിൽ പലരും ആദ്യം പോയാൽ അറിയാതെ കരഞ്ഞു പോകുന്ന, വീണ്ടും പോയാൽ അറിയാതെ തളർന്നു പോകുന്ന മദീന എന്ന് പറയുന്നത് ഒരു മാസ്മരിക ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ പുറത്ത് ജീവിക്കുന്ന ഒരാളോട് പോലും വെറുപ്പില്ലാത്ത, ഒരാളോട് പോലും പിണക്കമില്ലാത്ത, ഒരാളോട് പോലും വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത, പളുങ്ക് പോലെ കണ്ണാടി പോലെ തിളങ്ങുന്ന മനസ്സുമായി അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചെല്ലുകയാണ്. എവിടെയാണ് ചെല്ലുന്നത്? ആ സ്നേഹമാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച മദീനയുടെ നായകന്റെ മുറ്റത്ത് ചെല്ലുകയാ. ആ സ്നേഹമാണ് വേണ്ടതെന്ന് പഠിപ്പിച്ച മദീനയുടെ മുത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാ. അവിടെ ചെന്ന് നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഫീ ഹാലത്തിൽ ബുഇദി റൂഹി കുന്തു റുസിലുഹാ തുഖബ്ബിലുൽ അർവഅൻ നീ വഹിയ രായിബതി. കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, ഈ അഹ്മദുൽ കബീർ റിഫായി ഒരുപാട് അകലത്തിരുന്ന സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് വിദൂരത്തിരുന്ന സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അന്നെല്ലാം എന്റെ ശരീരം ഇവിടെ വന്നിട്ടില്ല, പക്ഷെ എന്റെ മനസ്സ് വന്നിട്ടുണ്ട് നബിയേ, എന്റെ ആത്മാവ് വന്നിട്ടുണ്ട് നബിയേ. മണപ്പുറത്തിരിക്കുന്ന ലക്ഷക്കണക്കായ എന്റെ മുസ്ലിം സമുദായത്തിന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാൻ പോവുകയാണ്. ഇന്ന് മണപ്പുറത്ത് സമുദായത്തിന്റെ ശരീരം മാത്രമേ ഉള്ളൂ, ആത്മാവിനെ മദീനയ്ക്ക് കച്ചവടം ചെയ്യുകയാണ്. ആത്മാവിനെ എല്ലാം തന്ന നബിതങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ശരീരം മാത്രമേ ഉള്ളൂ, ശരീരം മാത്രമേ ഉള്ളൂ. നമ്മുടെ റൂഹിന്റെ പേര് മുഹമ്മദ് എന്നാണ്, നമ്മുടെ റൂഹിന്റെ സ്ഥലം മദീനത്താണ്, നമ്മുടെ റൂഹിന്റെ ഭക്ഷണം മദീനയുടെ തെന്നലാണ്. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് പാടുകയാണ്, ഞാൻ വന്നു നബിയേ, എന്റെ ആത്മാവ് മാത്രമല്ല റസൂലേ, ഇന്ന് വന്നിരിക്കുന്ന എന്റെ ശരീരം കൂടിയാണ് നബിയേ. അതുകൊണ്ട് ഫാദിഹി നൗബത്തുൽ അസ്ബായി ഖദ് ഹളറ ഫംദുദു യദൈക